ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗെറ്റ് റെഡി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കുടിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കാണുമ്പോൾ എന്താ പോലെ എനിക്ക് ശരിക്കും മടക്കാനൊന്നും അറിയില്ല, അത് കാരണം കേട്ടോ. പിന്നെ അത് തേക്കേണ്ട ആവശ്യമില്ല. കുളിച്ച് വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ദോശയും സാമ്പാർ ചമ്മന്തി. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് റെഡിയാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടോ. ഡ്രസ്സൊക്കെ ലൂസായി കഴിച്ചു. ഞാൻ വണ്ണം കുറഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സൗണ്ട് കാരണം ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. അത് കാരണം കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. അപ്പം ഞാൻ സെറായിട്ട് യൂസ് ചെയ്യുക ഈ സ്നെയിൽ മ്യൂസിയം സിറം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ, അതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാങ്ങിച്ചത്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കാരണം അതിങ്ങനെ പിശുക്കി ഉപയോഗിക്കുന്ന കാരണമാണ് കേട്ടോ. 1000 എത്രയും രൂപയാന്ന് തോന്നുന്നു. അതാണ് ഞാൻ കുറച്ച് ദിവസം എടുക്കാറുള്ളൂ. പിന്നെ പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം അത് തേക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. വീണ്ടും റീപർച്ചേസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാട്ടോ അത്. അപ്പം അതൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റാണ് കേട്ടോ. പിന്നെ സൺസ്ക്രീൻ, ഈ സൺസ്ക്രീനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്. ഇത് ഞാൻ കുറേ നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പുറത്തു പോലൊക്കെ ഇങ്ങനെ ഞാൻ വൈകുന്നേരം ഒന്നും പോകുമ്പോൾ സൺസ്ക്രീനൊന്നും ഇടില്ല. ആകെ കൂടി ഇടുക രാവിലെ വല്ലയിടത്തേക്കൊക്കെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഇടും. അല്ലാത്തപ്പോൾ ഞാൻ മുഖത്തൊന്നും ചെയ്യാറ്. ബാക്കിൽ കൂടെ അച്ഛനൊക്കെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ബെല്ലയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയാട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലാസ് അത് ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ റൂമിലാണെങ്കിൽ ലൈറ്റ് അത്ര സെറ്റല്ല. ഇവിടെയും ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, എന്നാലും ഇവിടെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കാരണം ഞാൻ ഇവിടെ വെച്ചെടുക്കണം കേട്ടോ. എൻ്റെ മുഖത്ത് ഇപ്പം നിറച്ച് കുരു വന്നിട്ടുണ്ട്. പീരീഡ്സിൻ്റെ ടൈമിൽ എനിക്ക് ഓൾറെഡി വരാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം അത് നല്ല കുറേ കുരുക്കൾ വന്നിട്ടുണ്ട്. അത് നല്ല വേദനയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുക ഈ BB ക്രീമാണ് കേട്ടോ, പോൺസിൻ്റെ. ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. എൻ്റെ ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കടയിൽ പോയി ഏതെങ്കിലും ഒരു അങ്ങനെ പറഞ്ഞൊന്നുമില്ല, ചേച്ചി പറഞ്ഞെടുത്ത് തന്നു. അപ്പോൾ അത് യൂസ് ചെയ്തു അങ്ങനെ. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് തോന്നി. എൻ്റെ കളറിന് കുഴപ്പമില്ലാണ്ട് മാച്ചായിട്ട് പോകണമെന്ന് തോന്നി. പിന്നെ ഭയങ്കര ഓയിലി ഗ്രീസി ഒന്നുമല്ല, നല്ലതാട്ടോ. പിന്നെ എനിക്ക് എല്ലാ പ്രൊഡക്റ്റും കഴുത്തിൽ തേക്കാൻ മടിയാണ്. ആകെ മുഖത്ത് മാത്രമേ തേക്കുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് അമ്മ വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അമ്മയുടെ ഡ്രസ്സിൻ്റെയും മുടി കെട്ടിയത് ശരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. വോയിസ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നേ, കാരണം ബാക്ക്ഗ്രൗണ്ടിലത്തെ സൗണ്ടാണ് കൂടുതൽ കേൾക്കണം. അപ്പം ഞാൻ അതൊക്കെ തേച്ച് ഇങ്ങനെ കൈ കൊണ്ട് തേക്കാൻ തന്നെയാട്ടോ ഇഷ്ടം. അപ്പം അത് തേച്ച് അതൊക്കെ നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട്. ലൈറ്റ് പറയുക, ഞാൻ 2 ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ പൗഡർ ഇടും കേട്ടോ. പൗഡർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ഈ വൈറ്റ് ടോണിൻ്റെ പൗഡറാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് അതന്നെ യൂസ് ചെയ്യാറ്. ഞാൻ പൗഡർ ഇടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പം അത് കാരണമാണ് പൗഡർ യൂസ് ചെയ്യണം. ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ചിലർ പറയും മേക്കപ്പാണെന്ന്. ഇതൊന്നും മേക്കപ്പേ അല്ല. മേക്കപ്പിൻ്റെ പകുതി സാധനങ്ങൾ പോലും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കണില്ല. ഇതൊക്കെ നോർമൽ സ്കിൻ കെയർ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ആകെ കൂടിയതിൽ ഒരു BB ക്രീമും പൗഡറും മാത്രമേ മേക്കപ്പിൻ്റെതായ ഒരു സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. അതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, തേക്കാനും പിടിക്കാനും എല്ലാത്തിനും.
പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമായിട്ട് ഐ ഷാഡോ ഇടുള്ളൂ. പുറത്ത് പോകുമ്പോന്ന് വെച്ചാൽ ഇങ്ങനെ ഫങ്ഷൻസിന് പോകുമ്പോട്ടാ, അല്ലാണ്ട് നോർമലി ഞാൻ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഓരോ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ തോന്നുമ്പോൾ ഇടും, തോന്നിയില്ലെങ്കിൽ ഞാൻ പിന്നെ വിചാരിക്കും വേണ്ട. അങ്ങനെ എല്ലാം എൻ്റെ മൂഡ് അനുസരിച്ച് ചെയ്യണ ഒരാളാട്ടാ. അപ്പം അതേ ഐ ഷാഡോ ഒക്കെ ഇടുന്നുണ്ട്. ബാക്കിൽ കൂടെ വന്ന് അച്ഛനൊക്കെ നോക്കിയിട്ട് പോകണ്ടിട്ട് അത് എന്തുട്ടായി പെണ്ണ് കാണിക്കണേന്ന് വിചാരിച്ചിട്ട്. അപ്പം അതേ ഏതാണ്ട് ഒരു കളറൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നിയ പോലെ ഞാൻ കാണിക്കും, എനിക്ക് അറിയണ പോലെ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ അത് ഇതായി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം അങ്ങനെയൊന്നും ഒന്നാമത്തെ ദിവസം ചെയ്യാൻ അറിയൂല. പിന്നെ അങ്ങനെ ഞാൻ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണില്ല കേട്ടാ. ചുമ്മാ അങ്ങനെ ചെയ്യണം തോന്നി അപ്പം അങ്ങനെ ചെയ്യണം. പിന്നെ എന്തൊക്കെയോ കടന്ന് ഞാൻ പറയണുണ്ട്, എന്നിട്ടാണ് ദൈവത്തിന് തന്നെ അറിയാം. അപ്പം ഈ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി കണ്ണെഴുതണം. കണ്ണെഴുതാൻ പോയപ്പോഴാണ് ഞാനൊരു സംഭവം, ഒരു നഗ്ന സത്യം അറിയണേ. എൻ്റെ ഐലൈനർ ശരിക്കും അടയ്ക്കാണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൽ മൊത്തം പോയി. അപ്പം ഞാൻ ഓ മൈ ഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. മൊത്തം പോയിന്ന് വെച്ചാൽ ഫുള്ള് ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ബോട്ടിലായിരുന്നു കേട്ടോ. അതിലെ ഒരു ഹാഫ് പോർഷനോളം പോയി, മൊത്തം പോയി കിടക്കാൻ. ഞാൻ അത് കണ്ടേ ഇല്ല. ഞാൻ കണ്ണെഴുതിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, അപ്പോൾ ആ വശത്തേക്ക് പോവാറില്ല. അപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഇത് നല്ലോണം പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടുണ്ട് കേട്ടാ. ഒരു ഹാഫ് ബോട്ടിൽ സംഭവങ്ങൾ പോയി. ഇത് വാങ്ങി ഇത് ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഞാൻ തന്നെ യൂസ് ചെയ്യാറ് കുറേ നാളായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ കണ്ണെഴുതിയിട്ട് വരാം. ഇതൊന്നും എനിക്ക് കണ്ണെഴുതി എനിക്കറിയില്ല, ദേഷ്യം വരുന്നു, അതങ്ങനെയായിപ്പോൾ. അവളെ മൂട് മൊത്തം പോയി. ഇഷ്ടമല്ല ഇങ്ങനെ രാവിലെ പോകും, ഒന്നും ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ആയി. ലിപ് ബാം ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ലിപ് ബാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ എൻ്റെ ചുണ്ട് ഭയങ്കര ഡാർക്കായിട്ട് എനിക്കുണ്ടാവുക. ഇത് യൂസ് ചെയ്തിട്ടൊരു ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ. ഇത് ഞാൻ ലിപ്സ്റ്റിക്ക് കുറേ നോക്കിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡൊന്നും കറക്റ്റ് ആവാറില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഇത് കുഴപ്പമില്ല. ഇത് ഉണങ്ങി കഴിയുമ്പോൾ സെറ്റാവും. അപ്പുറത്തേക്കോ എപ്പോഴും പൊട്ട കുത്തും. എനിക്ക് പൊട്ട ഇഷ്ടമുള്ളൂ. ഇതിൻ്റെ NYB ഇത്ര അകലിൽ നിന്ന് ഇടുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
കണ്ടു ഇവിടെ കളിച്ചില്ലല്ലോ ആളെ. കൊള്ളാല്ലേ? ഇതാണ് ഡ്രസ്സ്. ലൂസായി ഗൈസ്, ലൂസായി. ഇതൊക്കെ നല്ല ടൈറ്റിൽ നിന്നുള്ളത്. ഇങ്ങനെ ഇച്ചിരി ഇറക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഇടുന്ന ടൈപ്പാട്ടാ. ഇത് ഫുള്ള് പാവാടയാണ്. പിന്നെ കാണിച്ചാലോ, മഞ്ഞ കളർ വഴിക്കുന്ന സൂട്ട്. നമുക്ക് മുടി കേട്ടോ, കെട്ടലാണ് ടാസ്ക്. ബോംബ്സ് കിട്ടും. പഠിക്കും വെച്ചിട്ട് ചെറുപ്പിൻ്റെ പോലെ കണ്ട വെള്ള കടിച്ചത്. ഡ്രസ്സ് കാണിച്ചു തരുന്ന പ്രഹസനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഈ പാവാട നമ്മൾ സാരി എടുത്തിട്ട് സാരി മീഷോന്ന് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പം അത്രയുള്ളൂ. ബായ്.